നമസ്കാരം, വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. രാജീവ് ഗാന്ധി സ്മാരക സ്റ്റേഡിയത്തെ തകർക്കാൻ UDF ശ്രമിക്കുന്നുവെന്നാരോപിച്ച് LDF പ്രവർത്തകർ സ്റ്റേഡിയത്തിന് മുന്നിൽ സ്റ്റേഡിയം സംരക്ഷണ ശൃംഖല സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തെ തകർക്കാൻ UDF ഭരണസമിതി ശ്രമിക്കുന്നെന്ന് ആരോപിച്ച് LDF പ്രവർത്തകർ സ്റ്റേഡിയം സംരക്ഷണ ശൃംഖലയൊരുക്കി. തിരൂർ റിംഗ് റോഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രകടനം താഴെപ്പാലം സ്റ്റേഡിയത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് S. ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. വിവാദങ്ങളുടെ വേദിയാണ്. ഈ വിവാദങ്ങളെ വസ്തുനിഷ്ഠമായി അപഗ്രഥിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്ന പലരുമുണ്ട്. അവർക്കെല്ലാം ധാരാളം നല്ല നിർദ്ദേശങ്ങൾ സ്റ്റേഡിയം വികസനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന തിരൂരിൻ്റെ അതിവിപുലമായ ഒരു സാധ്യതയെ അധികരിച്ചുകൊണ്ട് ഈ സ്റ്റേഡിയം വികസിക്കണം എന്ന ആത്മാർത്ഥമായ അഭിപ്രായത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ധാരാളം നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കായിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മുൻകൈയെടുത്തിട്ടും എന്തുകൊണ്ടാണ് തിരൂരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം എന്ന കായിക പ്രേമികളുടെയും തിരൂർ ജനതയുടെയും സ്വപ്നം യാഥാർത്ഥ്യമാകാത്തത്? V. നന്ദൻ അധ്യക്ഷനായി, T. ദിനേശ് കുമാർ, രവി പള്ളിയേരി, PV. ഉഷ, രജീഷ് കാടായിൽ, AP. മുസ്തഫ, M. ആസാദ്, K. കൃഷ്ണൻ നായർ, അനിത കല്ലേരി, PP. ലക്ഷ്മണൻ, K. യൂസഫ് എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ.